ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തേതൊരു കുക്കിംഗ് വ്ളോഗോ ഒന്നുമല്ല, നമ്മൾ ഒരു ചെറിയ സ്റ്റേക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും നമ്മളെവിടെ താമസിച്ചെന്നും ആ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. നമുക്ക് ഇപ്രാവശ്യം വെക്കേഷനായിട്ട് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ, ദൂരേക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ജിജുവേട്ടന് ലീവില്ല. കഴിഞ്ഞ വിഷുവിന് ലീവ് എടുത്തിട്ടാണല്ലോ നാട്ടിൽ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഒരു 2 മാസത്തേക്ക് ലീവ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഒരു ട്രിപ്പും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം ഒട്ടും തന്നെ പോകാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങോട്ടും നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു വർഷം അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ശരി, എന്നാൽ പിന്നെ വെക്കേഷനോ പോകാൻ പറ്റുന്നില്ല, എന്നാൽ ഒരു സ്റ്റേക്കേഷനെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് സാറ്റർഡേ സൺഡേ ജിജുവേട്ടൻ എപ്പോഴും ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ ശരി, ആ ഒരു സമയത്ത് പോയിട്ട് വരാമെന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്തതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ ഒരു റിസോർട്ടിലേക്ക് 20 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ താമസിക്കുന്ന വിദ്യാപുരമാണ്, ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പോൾ ആദ്യം വണ്ടിയിൽ കയറിയ സമയത്ത് മോള് കുറച്ച് നേരം ഇങ്ങനെ സ്പിന്നർ നോക്കിയിരുന്നു. അവൾക്കിങ്ങനെ സ്പിന്നർ ഉണ്ടെങ്കിൽ തന്നെ സ്പിന്നർ നോക്കാറില്ല, അവൾക്ക് പൊതുവെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ് ഇഷ്ടം. അത് കഴിഞ്ഞപ്പോഴത്തേനും ആൾ നല്ല ഉറക്കമായി. അപ്പോഴേക്കും നമ്മൾ റിസോർട്ടിലെത്തി. ഇടയ്ക്കൊരു ചെറിയ ട്രാഫിക് ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മളിവിടെ എത്തി കേട്ടോ. ഈ ഒരു റിസോർട്ടിൻ്റെ പേര് ഡൂം റിട്രീറ്റ്സ് എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ റൂംസിൻ്റെ ഷേപ്പാണ്, ഡൂം ഷേപ്പിലാണ് വരുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ വരുന്നത് വീഡിയോസ് എടുക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. കാരണം ഡൂം സ്റ്റേസ് വന്നിട്ട് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഒന്ന് പീനിയൽ എങ്ങാണ്ട് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇതാണുള്ളത്. ഇത് കുറച്ചും കൂടി നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. ഇതാവുമ്പം ഒരു പ്രത്യേക, നമ്മൾ സാധാരണ സ്റ്റേ ചെയ്യുന്നതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പീസ്ഫുള്ളായിട്ടുണ്ടാവും. അപ്പം നമുക്ക് കുറച്ചുകൂടി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ. ശരിക്കും ഇതാണ് അതിൻ്റെ ഒരു ഏരിയൽ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ റൂംസ് സെപ്പറേറ്റ് ആയിട്ട് റൂംസിന് പേര് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടുമിക്ക റൂംസിനും സ്പ്ലാഷ് പൂളോ അല്ലാന്നുണ്ടെങ്കിൽ ജക്കൂസി, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഈ റൂംസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ചില റൂംസ് വന്നിട്ട് ജക്കൂസിയോട് കൂടി വരുന്നുണ്ട്, ചില റൂംസ് വന്നിട്ട് പൂളോട് കൂടിയാണ്. അപ്പം നമുക്കൊരു പ്രൈവറ്റ് പൂളും വിത്ത് ആ ഒരു പ്രൈവസി എല്ലാം ഉണ്ടാവും. നമ്മുടെ സെപ്പറേറ്റ് റൂം, ജക്കൂസി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം നമുക്ക് അത്രയും പ്രൈവസി ഉണ്ട്. ഇനി ഇതല്ലാതെ തന്നെ കോമൺ പൂളുണ്ട്, അഡൾട്ട്സിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഒരു പൂളുണ്ട്. ഞങ്ങൾക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടിലേക്കും പോയി ചാടിയിട്ടുണ്ടായിരുന്നു. ഞാനല്ല, ജിജുവേട്ടനും മോളും പോയി ചാടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. വരുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, ഫുൾ ഗ്രീൻ ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ വെഡ്ഡിങ്ങും പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റൂം എത്തി കേട്ടോ. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് മാനസ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റൂമാണ്. ഇത് ജക്കൂസിയോട് കൂടി വരുന്നതാണ്. ഞങ്ങൾ പൂൾ എടുക്കണോ അതോ ജക്കൂസി എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരുന്നപ്പം അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇതെടുത്തോളൂ, ബിക്കോസ് ഇത് കുറച്ചും കൂടി വലുതാണ്, റൂം വൈസും വലുതാണ്, അതേപോലെ തന്നെ ജക്കൂസിയും വലുതാണ്. പൂളാവുമ്പോൾ കുറച്ച് ചെറുതാണ്, റൂമും ചെറുതാണ്, പൂളും ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചൂസ് ചെയ്തു. ഇതാകുമ്പം നല്ല സ്പേഷ്യസ് ആയിട്ട് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ നമ്മുടെ റൂം ഇതാണ് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ് തന്നെയാണ്. ഞങ്ങൾക്ക് 4 പേർക്കും കിടക്കാൻ പറ്റുന്ന ബെഡ് തന്നെയായിരുന്നു. പിന്നെ അതല്ലാതെ പുറത്തേക്ക് പോകുന്ന സമയത്ത് പ്രൈവറ്റ് ആയിട്ട് ഇവിടെയാണ് ജക്കൂസി ഉള്ളത്. ആൻഡ് സ്റ്റാഫ് പറഞ്ഞ കണക്ക് ജക്കൂസി ഭയങ്കര വലുതായിരുന്നു. പിന്നെ വെള്ളം നിറച്ചിട്ടുണ്ടാവില്ല, നമ്മൾക്ക് എപ്പോൾ വേണോ അപ്പം വെള്ളം നിറയ്ക്കാൻ പറ്റും. ആൻഡ് ഇപ്പം ഈ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചൂടുവെള്ളം വരുന്നുണ്ടാവില്ല, നോർമൽ വാട്ടർ തന്നെയാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആദ്യത്തെ കാല് വെക്കുന്ന സമയത്തുള്ള തണുപ്പല്ലാതെ പിന്നീട് അങ്ങോട്ട് തണുപ്പുണ്ടാവില്ലല്ലോ. സോ അതായിരുന്നു ജക്കൂസി. അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ബാത്റൂമാണ് കേട്ടോ. ഞാൻ ഈ ബാത്റൂം കണ്ടിട്ടാണ് ഞെട്ടിപ്പോയത്. റൂമിനെക്കാട്ടിലും ഞെട്ടിയത് ഈ ബാത്റൂം കണ്ടിട്ടാണ്. ഞാനിതിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ എത്തിയപ്പോഴാണ് ഇത്ര വലിയതാണെന്ന് മനസ്സിലായത്. ഒരു ഡൂമിൻ്റെ ഒരു ഹാഫ് പോർഷൻ പോകുന്നത് ഈ ബാത്റൂമിന് വേണ്ടിയിട്ടാണ്. അത്രയ്ക്കും വലുതാണ്. ആൻഡ് ഷേപ്പും കണ്ടില്ലേ, ഡൂം ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. ഭയങ്കര വലുതാണ് ബാത്റൂം. എനിക്ക് ഒരു റൂമിൻ്റെ അത്ര തന്നെ വലിപ്പം ഫീൽ ചെയ്തു. ശരിക്കും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല, അത്ര നല്ല ബാത്റൂം. ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം. ആ മുകളിൽ കാണുന്നത് വന്നിട്ട് ലൈറ്റ് അല്ല, ശരിക്കും അതൊരു എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻറ്റ് റൂഫ് വേണമെങ്കിൽ പറയാം. അതായത് അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിലായിട്ട് അവർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് അടിക്കും. പകൽ നല്ല രസമാണ് മേപ്പോട്ട് നോക്കി കിടക്കാനായിട്ട്. പിന്നെ നമ്മുടെ റൂമിന് ചുറ്റും ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ കണ്ടത് ചാമ്പയ്ക്കയായിരുന്നു കേട്ടോ. എനിക്ക്
ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ചാമ്പയ്ക്ക. അപ്പം ഞാൻ നോക്കിയപ്പം വിളഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് റൂമിൽ കുറച്ച് നേരം കിടന്നു. അധികം സമയമില്ല, കുറച്ച് നേരം ഒന്ന് കിടന്നു. പിന്നീട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഡൈനിങ് ഓപ്ഷനും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രോബ്ലമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ പ്രീ ഓർഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡിന്നറാണ് ഓർഡർ ചെയ്തത്, ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. കാരണം നമ്മളത് അത്ര ആലോചിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിഗ്ഗിയോ സൊമാറ്റോ എവിടുന്ന് വാങ്ങിക്കേണ്ടി വന്നു. എന്തായാലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ശരി, റൂമിൽ വെറുതെ ഇരിക്കേണ്ട, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, പുറത്തത്തെ നേച്ചറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. ബിക്കോസ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വെതറൊക്കെ ഇങ്ങനെ നല്ല ഒരു മഴ പെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പും അല്ലെങ്കിൽ ചൂട് എന്തായാലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാക്കിന് പോയിട്ട് വന്നിട്ട് പോയി. അപ്പോൾ അവിടെ നിറച്ചും മാങ്ങയാണ്. സോ അതിൽ നിന്ന് ഒരു മാങ്ങ പറിച്ച് അച്ഛനും മോളും കൂടി കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ പറഞ്ഞില്ല വെഡ്ഡിങ്സ് ഒക്കെ നടക്കുന്ന ലോൺ ഉണ്ടെന്ന്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ അവിടെ പോയതാണ്. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു കായാക്കിംഗ് ഉണ്ടായിരുന്നു, ലേക്കിൽ കായാക്കിംഗ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഇതാണ് ലേക്കിൻ്റെ അവസ്ഥ, വെള്ളമൊക്കെ വറ്റി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കായാക്കിംഗ് ഒന്നും പോസിബിൾ അല്ല. പക്ഷെ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഒരു ലേക്ക് കാണാൻ പറ്റും. ഇത് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ലേക്കിനെ കുറിച്ചല്ലേ, അവിടെ ഒരുപാട് പിക്കോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നു. വന്നപ്പോൾ മോള് ഭയങ്കര ഹാപ്പി ആയിട്ട് ചേച്ചിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നെ ഞാനതൊന്ന് റെക്കോർഡ് ചെയ്തേക്കാന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്താണ്. അവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല വർത്താനം പറയും. ഇടയ്ക്ക് ഒട്ടും മൂടില്ലാത്ത സമയത്ത് ഭയങ്കര സീരിയസ് ആണ് ആൾ. പെട്ടെന്ന് സ്വിച്ച് ഓൺ ആവും, സ്വിച്ച് ഓഫ് ആവും, അങ്ങനത്തെ ടൈപ്പാണ് ആളുടെ മൂഡ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി, കാരണം അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു. ഫുഡ് കിട്ടുകയും കഴിക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഒന്ന് കിടന്നതിന് ശേഷം മോള് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മൾ റൂമിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. റൂമിൽ നിന്ന് വന്നിട്ട് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചായയുടെ കൂടി കോംപ്ലിമെൻ്ററി ബിസ്ക്കറ്റ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെയും കൂടി ചേർത്ത് ബില്ല് വരുന്നുണ്ട് കേട്ടോ. ഒരു ചായക്ക് 70 റുപ്പീസാണ്. അപ്പം ഒബ്വിയസ്ലി അതിൻ്റെ കുക്കീസ് അതിൽ ഇൻക്ലൂഡ് ആവാം. അപ്പോൾ നമ്മൾ എന്തായാലും കുക്കീസും ചായയും കോഫിയും ഒക്കെ കുടിച്ചതിന് ശേഷം അവിടെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിനുള്ളിൽ തന്നെ. സോ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചു. കാരണം നമുക്കിവിടെ ഗ്രൂപ്പിൽ നമ്മളിവിടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് വരും എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊന്നായിരുന്നു ഈ ഒരു ഗോൾഫ്. ഇത് കളിച്ച്, അതായത് മൂന്ന് അറ്റംപ്റ്റിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വിന്നാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പാനിപ്പൂരി കിട്ടും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാലും നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കിട്ടുമ്പം ആരെങ്കിലും ഓപ്പർച്യൂണിറ്റി വിടുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ കളിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിജുവേട്ടനും ഞാനും മാറി മാറി, അതായത് ജിജുവേട്ടൻ ഒരു തവണ കളിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാനും കളിച്ചു. അങ്ങനെ നമ്മൾ 3 അറ്റംപ്റ്റിനുള്ളിൽ തന്നെ ഓരോ ഇതും ക്ലിയർ ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പാനിപ്പൂരി ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. അതായത് നമ്മൾ ജയിച്ച് വാങ്ങിച്ച പാനിപ്പൂരി. പിന്നെ മോളോട് കളിക്കുന്നത് ചോദിച്ചപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ഈ ഒരു ലോൺ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഗെയിംസിനുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേനും ലോൺ കണ്ടപ്പോഴത്തേനും ജിജോയുടെ വീണ്ടും പഴയ ആളായി. അതായത് പണ്ട് എപ്പോഴും ഉള്ളൊരു ശീലമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക, ഏത് സ്ഥലത്ത് പോയാലും ഇങ്ങനെ വീഡിയോ എടുക്കണം. അപ്പം ഞാനത് എടുത്തു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാനും വാവയും അവിടെ ഇരിക്കുമായിരുന്നു. അച്ഛനും മോളും കൂടി കുറേ നേരം ക്രിക്കറ്റും അതല്ലാതെ ആർച്ചറിയൊക്കെ കളിച്ചു. അങ്ങനെ കുറച്ച് നേരം ഔട്ട്ഡോറിൽ സ്പെൻഡ് ചെയ്തു. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ അച്ഛനും മോളും കളിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചതിന് ശേഷം നല്ല മഴ പെയ്യാൻ തുടങ്ങി. ആദ്യം ലൈറ്റായിട്ടൊന്ന് പെയ്തു. അപ്പോഴേക്കും നമ്മൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ റൂമിലെത്തിയപ്പോഴേക്കും നമുക്കുള്ള ഫ്രീ പാനിപ്പൂരി റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോളും കൂടി ചേർന്നിട്ട് ആ പാനിപ്പൂരി ഫിനിഷ് ചെയ്തു. ഒരു പ്ലേറ്റ് മോളും ഒരു പ്ലേറ്റ് ഞാനും, ബിക്കോസ് ജിജുവേട്ടൻ പാനിപ്പൂരി കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ പാനിപ്പൂരി ഫിനിഷ് ചെയ്യായിരുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ മഴ പെയ്തു തുടങ്ങി കേട്ടോ. നല്ല രസമല്ലേ, പുറത്ത് നല്ല മഴയും തണുപ്പും
അകത്ത് പാനിപ്പൂരിയും വേറെ എന്ത് വേണം, അടിപൊളി. അങ്ങനെ മഴയും കണ്ടുകൊണ്ട് ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ല, നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മോളാണെങ്കിൽ സ്വിം സ്യൂട്ടൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ജക്കൂസിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം പൂളിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. അച്ഛനും മോളും കൂടി ഒരുമിച്ച് പോകും. അപ്പോൾ ജക്കൂസിൽ ഇറങ്ങിയിട്ട് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓൾറെഡി റെഡിയായോ നിൽക്കുകയാണ്. മഴ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞിട്ടുണ്ടാകും ഞാനും കൂടി വരണം എന്ന്. എനിക്കാണെങ്കിൽ വെള്ളം കണ്ടാലേ പേടിയായി. ജക്കൂസ് എന്നല്ല, ഒരു ബക്കറ്റ് വെള്ളം കണ്ടാൽ പോലും എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും അവൾക്ക് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അവളുടെ കൂടെ ജസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം പൂളിൽ അവളുടെ അച്ഛൻ എന്തായാലും പോകും. അപ്പോൾ ജക്കൂസിൽ അമ്മ ആരെങ്കിലും വരണമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും മോളും കൂടി ആദ്യം ഇവിടെ ഇറങ്ങി കളിച്ച്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വാട്ടർ എന്നെ എക്സൈറ്റ് ചെയ്യാറില്ല കേട്ടോ. ബീച്ചൊക്കെ ആണെങ്കിൽ പിന്നെ നിന്നിട്ടുണ്ടാവും കളിക്കാൻ. പക്ഷേ ഇങ്ങനെ ടബിനകത്ത് ഫില്ല് ചെയ്യുന്ന വാട്ടറിനകത്ത് എന്ത് സന്തോഷം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ മോക്ക് വേണ്ടിയിട്ട് അവളുടെ കൂടെ കളിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും വാവതാ ഞങ്ങൾ രണ്ടുപേരെയും നോക്കി അവിടെ ഇരിക്കുക. അവളുടെ ടേണിന് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അവൾ കുറച്ചും കൂടി ആവട്ടെ, എന്നിട്ട് നമുക്ക് അവളെയും കൂടി ഇറക്കാമല്ലോ എല്ലായിടത്തും കളിക്കാനായിട്ട്. ഇങ്ങനെ ഞാനും എൻ്റെ മൂത്ത മോളും കൂടി ഇരുന്ന് കളിച്ച് കുറേ സമയം. അപ്പോഴേക്കും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത ആക്ടിവിറ്റീനെ കുറിച്ച്. ഇവിടെ വൈകുന്നേരം ആകുമ്പം ഇങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ഞാനും വാവയും കൂടി എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടനും മോളും കൂടി ഡ്രംസ് വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റിക്ക് ശേഷം നമുക്ക് വേറെയും ഉണ്ടായിരുന്നു കേട്ടോ ആക്ടിവിറ്റീസ്. പക്ഷെ നമ്മളത് നോട്ട് ചെയ്തില്ല. അതിന് മുമ്പേ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി ചാടാമെന്ന് വേണ്ടിയിട്ട് അച്ഛനും മോളും കൂടി വന്ന് രാത്രി സ്വിമ്മിംഗ് പൂളിൽ ചാടുകയാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. പക്ഷെ രണ്ടാൾക്കും ഒരു കുഴപ്പമില്ല. രണ്ടു പേർക്കും വെള്ളം എന്ന് വെച്ചാൽ അത്രയ്ക്കും ഇഷ്ടമാണ്. ബീച്ചാവട്ടെ സ്വിമ്മിംഗ് പൂളാവട്ടെ ഏതായാലും സ്വിം ചെയ്യാൻ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ തന്നെ നേരെ ചെന്ന് ചാടി. അപ്പോഴാണ് നമ്മൾ അടുത്ത മെസ്സേജ് നോട്ട് ചെയ്തത്. ഇവിടെ സ്കൈ വാച്ചിങ് ഉണ്ട് കേട്ടോ. അതായത് മൂൺ വാച്ചിങ് ഉണ്ട്. നമ്മൾ ടെലിസ്കോപ്പിലൂടെ മൂണിനെ വാച്ച് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളത് കാണുമ്പം ഏകദേശം ഇനി ഒരു 10 മിനിറ്റ് കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടെ പോയപ്പോൾ ശരിക്കും മിസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. കാരണം ഇങ്ങനെ നമുക്ക് മൂണിനെ കാണാൻ പറ്റും. ഞാൻ എന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിന്നർ വന്നിട്ടുണ്ടായിരുന്നു റൂമിലേക്ക്. ഞങ്ങളിത് പ്രീ ഓർഡർ കൊടുത്തതാണ്. ഒന്ന് വന്നിട്ട് വെജ് ന്യൂഡിൽസും പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും വെജ് ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. പിന്നെ ഒരു പനീർ ചില്ലി സ്റ്റാർട്ടറായിട്ട് പിന്നെ കൽമി കബാബ്. ഇത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇത്രയും പോർഷൻ എക്സ്പെക്ട് ചെയ്തില്ല. അതായത് ഇത്രയും ക്വാണ്ടിറ്റി എക്സ്പെക്ട് ചെയ്തില്ല. ഞങ്ങൾ വിചാരിച്ചു ചിലപ്പം കുറച്ച് സാധാരണ ഇത്രയും ഉണ്ടാവാറില്ല. ഇത് കുറച്ച് കൂടുതൽ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. ന്യൂഡിൽസും അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈവൻ വെജ് ഫ്രൈഡ് റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്പൈസി ആയിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ പനീർ ചില്ലിയും നല്ല ടേസ്റ്റ്. അതും ക്വാണ്ടിറ്റി കുറച്ച് അധികം തന്നെ ഉണ്ടെന്ന് പറയാം. ശരിക്കും എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഞങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ ഫ്രൈഡ് റൈസ് വെച്ചിട്ട് പറഞ്ഞത്. പിന്നെ ന്യൂഡിൽസ് മോക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾക്ക് മേടിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഈവൻ ചിക്കൻ്റെ കൽമി കബാബ് വരെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് മോളെ ഉറക്കാനായിട്ട് പോവാണ്. ഒരു സാന്ദ്ര സംഗമകാലം ശാന്തമായി
രാത്രി അച്ഛൻ്റെ പാട്ട് കേട്ട് വാവ ഉറങ്ങിപ്പോയി. രാവിലെ ഞാൻ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ സീലിങ്ങിന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ കൂടി ഈഗിളൊക്കെ ഇങ്ങനെ പറക്കുന്ന കാണാൻ പറ്റും. നമുക്ക് അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ബേർഡ്സ് ഒക്കെ പറക്കുന്ന കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു ആ കാഴ്ച. അത് കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചേക്കാന്ന് വെച്ചിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഇൻറൂം റൂമിലേക്ക് കൊണ്ടുവരും. അതല്ലാതെ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മുടെ ജക്കൂസിയിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ എവിടെ വേണമെങ്കിലും അവർ കൊണ്ടുതരും. ഫ്ലോട്ട് ചെയ്ത് നമ്മൾ സ്വിം ചെയ്തുകൊണ്ട് കഴിക്കാൻ പറ്റും. പക്ഷേ എങ്ങാണ് അത് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ ഓർത്തേക്ക് ഫുഡും പോയി, ഫുഡും വേസ്റ്റാണ്, വെള്ളവും വേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തില്ല. അല്ലെങ്കിൽ ഒരു പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചൂസ് ചെയ്യായിരുന്നു. അതും നമുക്ക് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് വെറുതെ എന്തിനാ ഫുഡ് വേസ്റ്റ് ആക്കുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് നമ്മൾ ഫ്രഷ് ജ്യൂസും അതല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. വാവയാണെങ്കിൽ ആ പൂരി കണ്ടപ്പോൾ തൊട്ട് ആ പൂരി എങ്ങനെയെങ്കിലും പിടിച്ച് കൊല്ലണമെന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. അവൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആ പൂരി ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാനായിട്ട്. പക്ഷേ എത്തുന്നില്ലെന്നേ, ആൾക്കങ്ങോട്ട് എത്തുന്നില്ല. പിന്നെ അവളിങ്ങനെ പൂരി തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സോ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവൾ കാം ഡൗൺ ആയിരിക്കുകയാണല്ലോ, കഴിച്ചേക്കാമെന്ന് വിചാരിച്ചെടുത്ത് പൂരി കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആൾ ബഹളം വെച്ചു. എനിക്കൊന്നും അവൾക്ക് ഞാൻ ആ പൂരി എടുത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോഴേക്കും അങ്ങ് ബഹളം വെച്ചു. അപ്പം ഞാൻ പിന്നെ എൻ്റെ കൈയെല്ലാം കഴുകിയിട്ട് വാവനെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ ജിജുവേട്ടൻ കഴിക്കുന്നുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ എനിക്ക് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല പൂരിയായിരുന്നു കേട്ടോ. ഈവൻ ഫുഡ് നല്ല ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ഡിന്നറും നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റിൽ ആകെ ഇഷ്ടപ്പെടാത്ത ഒരു സാധനം വെച്ചാൽ ടൊമാറ്റോ റൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല, ബിക്കോസ് അത് കുറച്ച് എരിവ് കൂടുതലാണെന്ന് തോന്നിയായിരുന്നേ. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോഫി, ടീ, പിന്നെ കേസരി ബാത്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അടിപൊളിയായിരുന്നു. അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മേ ബി ഈ ഇഷ്യൂ കൊണ്ടാണോ അതോ എങ്ങനെയാണെന്നറിയില്ല, ബട്ട് അവരുടെ മെനുവിൽ അധികം ഓപ്ഷൻസ് ഇല്ല. ഇഡ്ലി, വട, അങ്ങനെ സൗത്ത് ഇന്ത്യൻ 2-3 ഐറ്റംസും പിന്നെ ബ്രെഡ് ജാം, കോൺഫ്ലേക്സ്, അങ്ങനത്തെ 2-3 കോണ്ടിനെൻ്റൽ ഐറ്റംസും. അതല്ലാതെ ഉണ്ടായിരുന്നത് ഫ്രഷ് ജ്യൂസും കോഫിയൊക്കെ ആയിരുന്നു. നമ്മൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബ്രെഡ് ഒഴിച്ച് ബാക്കി എല്ലാം ട്രൈ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് റൂമിലെത്തിയതും അച്ഛനും മോളും കൂടി ഡ്രസ്സ് മാറ്റി വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. കാരണം നമുക്കിന്ന് ചെക്കൗട്ട് ആണല്ലോ. അതിനു മുമ്പ് പൂളും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ്, ഡേ ടൈമിൽ എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നന്നായിട്ട് കളിച്ചു. മോള് നന്നായിട്ട് കളിച്ചു, അച്ഛനും നന്നായിട്ട് കളിച്ചു. ഞാനും വാവയും കൂടി അവിടെ സൈഡിലിരിക്കുകയായിരുന്നു. വാവ ഉറങ്ങായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിലെത്തി റെഡിയായി. ചെക്കൗട്ട് ടൈമാണ്. മറ്റ് റിസോർട്ടുകൾ പോലെ ഇവിടെ 23 hours അല്ല, 22 hours ആണ്. ബിക്കോസ് എല്ലാ റൂമിലും ജക്കൂസിയും പൂളൊക്കെ ഉള്ളതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് അവർക്ക് ടൈം വേണം. സോ അതുകൊണ്ട് തന്നെ 22 hours ആണ് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മാസം മുന്നേ എങ്കിലും ബുക്ക് ചെയ്യണം. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സും ഇവർ ഓക്യുപ്പൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസം മുന്നേ തൊട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ വി ആർ ഹെഡിങ് ബാക്ക് ഹോം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.